പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എഫാത്ത കുടുംബം നമ്മൾ ഒരുമിച്ച് 6-ാം ദിനത്തിലെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, നമുക്ക് എല്ലാ തരത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ നമ്മളെ ജീവിതത്തിലെ ഒത്തിരി സങ്കടങ്ങളിലൂടെ യാത്ര ചെയ്ത വിശുദ്ധ ഔസേപ്പ് പിതാവ് സംരക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിലെ എത്രത്തോളം കഠിനമായ പ്രശ്നങ്ങളാണെങ്കിലും കാറ്റ് പൊടിയെ തട്ടിക്കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ എടുത്ത് മാറ്റി നമുക്ക് സന്തോഷം തരുന്നൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലർക്കും അനുഗ്രഹം നിറച്ചു കൊടുത്തൊരു പ്രാർത്ഥനയാണിത്. പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സ്വന്തമാക്കി അനുഗ്രഹം സ്വന്തമാക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥനയിലും പരിശുദ്ധ കുർബാനയിലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികര്, സിസ്റ്റേഴ്സ്, ആത്മായ സഹോദരങ്ങള്, നമ്മുടെ എല്ലാവരുടെയും കാവൽ മലാഖ, നാമഹീതു വിശുദ്ധന്മാരും വിശകളോട് ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെക്കാം. മാർ ഔസേപ്പ് പിതാവേ, എത്ര നാശങ്ങളും സങ്കടങ്ങളും ഉണ്ടായാലും ഭൂലോകം 4 ദിക്കുകളിൽ നിന്ന് ഇളകി ദാരിദ്ര്യവും യുദ്ധവും മരണവും തന്നെ ഉണ്ടായാലും അങ്ങയുടെ ദയുള്ള കണ്ണുകൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലെ, സമൂഹത്തിന്റെ മേലെ തിരിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഒന്നും തന്നെ ഭയപ്പെടുകയില്ല. ആകയാൽ ത്രിലോകരാജ്ഞിയായിരിക്കുന്ന ദൈവമാതാവിന്റെ ഭർത്താവും പരമപിതാവിന്റെ പുത്രനായ ഈശോ മിശിഹായുടെ വളർത്തുപിതാവും ആയതിനാൽ അധികാരവും നന്മകളും അങ്ങേ പക്കലാകുന്നുവല്ലോ. അങ്ങേ വല്ലഭമുള്ള മധ്യസ്ഥതയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കാറ്റ് പൊടിയെ അകറ്റുന്നത് പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളെ അങ്ങ് കണ്ടുകൊണ്ട് ആ സങ്കടങ്ങളെല്ലാം അകറ്റുവാൻ ഇനിമേലിൽ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓരോ നിമിഷവും ദൈവമേ, ദൈവത്തിന്റെ പക്കലേക്ക് കടന്നു വരാതെ ഞങ്ങൾ സ്വയം പിറുപിറുത്തുകൊണ്ടും സ്വയം ഉപാധികൾ കണ്ടെത്തിക്കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞങ്ങളെ തള്ളി നീക്കുമ്പോൾ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം ഞങ്ങൾ അറിയാതെ പോയ നിമിഷത്തിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഔസേപ്പ് പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ശക്തമായി ഇടപെടുമെന്നും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങിൽ പൂർണ്ണമായി ഞങ്ങൾ ശരണപ്പെടുന്നു. ഇതിനായി സദാകാലവും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന അതിശക്തമായ നാമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി വളർത്തുപിതാവായ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങള്, ഞങ്ങളുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങള്, ഈ ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങള് പരിഹരിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ യോഗ്യതകളാൽ സ്വന്തമാക്കുവാൻ കഴിയാത്തതെല്ലാം അങ്ങേ ഇത്രയും പരിശുദ്ധ ജനനിയുടെ ഭർത്താവായ മാർ ഔസേപ്പിന്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ടിരിക്കുന്ന എല്ലാ നിയോഗവും ഈ വചനത്തോട് ചേർത്ത്, ദൈവമേ, അങ്ങയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാന്റെ സ്നേഹം ഈ വചനത്തിലൂടെ ഈ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ഈ നിമിഷം പ്രാർത്ഥന കേൾക്കുന്നവരുടെ ജീവിതത്തിലേക്കും ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞ് ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും ആമേൻ.